വെക്കുന്നത്. ഓരോ പഞ്ചായത്തിലും 8 ആള് എന്നുള്ള രീതിയിൽ ഇപ്പൊ തുടക്കം കുറിച്ചു. അത് നീ വിപുലമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾക്ക് നിങ്ങൾ ഉൾപ്പെടെ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ സെലക്ടഡ് ആയ ആളുകളെ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്തില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലാസ് വെച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. അപ്പൊ ദുരന്തം പല രീതിയില് 2017 നമ്മൾ കണ്ടു. ഓക്കി അതിന് മുമ്പ് ഉണ്ട്, പക്ഷെ ഇത്ര കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം അത് വേറെ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഇത്രയും ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം 17, 18 ആ സമയമൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നു നോക്കുമ്പോ ഓരോ വർഷവും കേരളത്തില് ഒരു സീസൺ, ഒരു മഴക്കാല സീസൺ കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിച്ച് അതിന്റെ ഒരു ആഘാതത്തിലാണ് കേരളം നിൽക്കുന്നത്. അപ്പൊ നമ്മളെ രക്ഷാപ്രവർത്തകർ എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ദുരന്ത നിവാരണ സേനയൊന്നും മതിയാവുന്നില്ല. നിങ്ങൾക്ക് കണ്ട കുറെ അനുഭവങ്ങൾ ഉണ്ടായി. വലിയ വലിയ ദുരന്തങ്ങൾ വന്നു. നമ്മൾ ഇവിടെയുള്ള എല്ലാ രക്ഷാപ്രവർത്തകരും ഗവൺമെന്റിന്റെ കീഴിലുള്ള സേനാംഗങ്ങളൊന്നും ഇറങ്ങിയാലും ഒരു 5% പോലും അതാവുന്നില്ല. പിന്നെ അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഈ ഗവൺമെന്റ് ഫോഴ്സ് ഒക്കെ ഉണർന്ന് വളരെ ആക്റ്റീവായി രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോഴേക്കും ഒരു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ അടുത്തെത്തുന്ന ഏറ്റവും ഫസ്റ്റ് അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ ഈ ജനങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള അറിവ് കൊടുക്കണം. അതുപോലെ തന്നെ അവർ അപകടത്തിൽ പെടരുത്. ഇനി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ രണ്ടാമതൊരു അപകടം ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഗവൺമെന്റിന് വന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള രക്ഷാപ്രവർത്തകരായിട്ട് പരിചയമുള്ള ആളുകൾ നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളെ പോലെയുള്ള സന്നദ്ധരായ ആളുകൾക്ക് നമ്മൾ ചെയ്തതും നമ്മൾ ചെയ്യേണ്ടതുമായ വർക്കിനെ കുറിച്ച് ധാരണ നിങ്ങളിൽ എത്തിച്ചു. അപ്പൊ ദുരന്തം 17 നമ്മൾ നോക്കി. ചുഴലിക്കാറ്റായിട്ട് ദുരന്തം നമ്മൾ കണ്ടു. 2018 കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം 1924 മുമ്പ് കേരളം ഇതുപോലെ ഒരു പ്രളയം, വലിയ ഭീകരം പ്രളയം സംഭവിക്കുന്നു. പക്ഷെ ഇത്രയും ഭീകരമായിട്ടുള്ള പ്രളയം കേരളത്തിന്റെ ചരിത്രത്തിൽ 1924 അതിനുശേഷം നമ്മള് 2018 റെക്കോർഡിക്കലി വെള്ളത്തിന്റെ അളവും നാശവും, കൃഷിനാശവും, വീട് നാശവും, ജനങ്ങളുടെ ജീവൻ സ്വത്തും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ 2018 ഫേസ് ചെയ്തു. 2024 വലിയ പ്രളയമാണ് ഇപ്പോ 2018 സംഭവിച്ചത്. 2024 കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ദുരന്ത